എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒത്തിരി നല്ല കമൻറ്റ്സ് എനിക്ക് ഒത്തിരി ആൾക്കാർ വന്ന് എന്നോട് സംസാരിച്ചു. എല്ലാം പറയാം. എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഒരു ചാനൽ തുടങ്ങിയിട്ടിട്ട് ഇത് എവിടെ പോയി കിടക്കുന്നത്. ഇവിടെ തന്നെ ഉണ്ട്, ഒരിടത്തും പോയിട്ടില്ല. സ്റ്റോറി ബൈ അലീൻ. വെൽക്കം ബാക്ക്. ദിസ് ഈസ് 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 സ്റ്റോറി ബൈ അലീൻ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കല്യാണത്തിന് ആങ്കറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഓക്കെ, അവിടുത്തെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോടത്ത് ഷെയർ ചെയ്യും. സാധാരണ കോളേജിലാണ് നോർമലി ഞാൻ ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്നത്. കോളേജിലെ ആങ്കറിങ് സ്റ്റോറി ഞാൻ പിന്നീട് പറഞ്ഞുതരാം, അത് ഇച്ചിരി ലോങ് സ്റ്റോറിയാണ്. ഓക്കെ, പക്ഷേ അതിനുശേഷം ഞാൻ കുറച്ച് നാൾ കോളേജിൽ നിന്ന് ഞാൻ ഇറങ്ങിയതിന് ശേഷം പിന്നെ കുറേ നാൾ അതൊക്കെ മാറി ചെയ്യാണ്ടൊക്കെ ഇരുന്നു. പിന്നെ പെട്ടെന്നാണ് ഒരു വെഡ്ഡിങ്ങിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നത്. അവിടെ പോയിട്ട് ഞാൻ മുമ്പ് ആങ്കറിങ് വെഡ്ഡിങ്ങിന് വേണ്ടി ചെയ്തിട്ടില്ല, പക്ഷെ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ആങ്കറിങ് വെഡ്ഡിങ്ങിന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്നും കൂടെ കരുതി. എന്തായാലും ഓരോ സിറ്റുവേഷൻസ് നമ്മുടെ പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ, അങ്ങനെ ഞാൻ എന്തായാലും പോയി ചെയ്യാമെന്ന് കരുതി അതങ്ങ് പോയി ചെയ്തു. ആൻഡ് അവിടുത്തെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫീൽഡാണ് ആങ്കറിങ് എന്ന് പറയുന്നത്. ഞാൻ നല്ല എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സംഭവം ചെയ്യാൻ വേണ്ടി. വെഡ്ഡിങ് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി ഒരു 4 മണിക്കാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഔട്ട്ഡോർ സ്പേസിലായതുകൊണ്ട് തന്നെ നമുക്ക് വെയിൽ നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 1.5 മണിക്കൂർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. കുറേ ടൈം അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നെ ആ ഒരു ടൈമിൽ ഞാൻ അവിടെ എല്ലായിടത്തും പോയി നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. കാരണം ആ ഒരു സ്പേസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരുപാട് ചെടികളും ഭയങ്കര ഒരു നല്ല സ്പേസ് ആയിരുന്നു. ഈ ഒരു 1.5 മണിക്കൂറിൽ ഞാൻ പുറത്തു പോയി അവിടുത്തെ എല്ലാ സ്പേസും നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ബ്രൈഡിനെയും ഗ്രൂമിനെയും ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയി. കാണാൻ പോയ ടൈമിൽ അവർ ഫോട്ടോഷൂട്ടിൻ്റെ ടൈമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ടൈമിൽ അവരെ പോയി കാണാനും സംസാരിക്കാനൊന്നും പറ്റിയില്ല. ബ്രൈഡിൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വേണ്ടി സപ്പോർട്ടിനായിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പുള്ളിക്കാരിയെ പോയി കണ്ടു. അതിനുശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ്സും എല്ലാം നോക്കി അതിനുശേഷമായിരുന്നു നമ്മുടെ വെഡ്ഡിങ് സ്റ്റാർട്ട് ചെയ്തത്. സോ മെയിൻ സെറമണി കഴിഞ്ഞതിന് ശേഷമായിരുന്നു എനിക്ക് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു പോർഷൻ വന്നത്. പിന്നെ ബ്രൈഡിനെയും ഗ്രൂമിനെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 ആൾക്കാരാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല, പക്ഷേ ഈ വെഡ്ഡിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അതും ഞാൻ ഈ വെഡ്ഡിങ്ങിന് ജസ്റ്റ് 2-3 ദിവസം മുന്നെയാണ് ഇവരോട് സംസാരിക്കുന്നത് തന്നെ. പക്ഷേ ഇവരെനിക്ക് തന്നൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം കല്യാണ ചെറുക്കനും പെണ്ണും ഭയങ്കര ടെൻഷനായിട്ട് അവിടെ എവിടെയെങ്കിലും ഇനിയും മിണ്ടാതിരിക്കും. പക്ഷേ ഇവരെ രണ്ടുപേരും സംബന്ധിച്ചിടത്തോളം ഇവർ ഭയങ്കര ക്ലോസ് ഫ്രണ്ടിനെ പോലെയാണ് എന്നോട് സംസാരിച്ചതും. എസ്പെഷ്യലി ബ്രൈഡും ഞാനും ലാസ്റ്റ് ആ ഒരു 2-3 ദിവസം ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പം എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിനെ പോലെ എനിക്ക് തോന്നി ശരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ വെഡ്ഡിങ് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. എൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ വെഡ്ഡിങ് പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും ആങ്കറിങ്ങിന് വേണ്ടി സ്റ്റേജിൽ കയറിയപ്പോൾ എൻ്റെ കോളേജ് ടൈം ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. എൻ്റെ കോളേജിൽ ഞാൻ ഏറ്റവും കൂടുതലും പഠിത്തത്തെക്കാൾ ഞാൻ എൻജോയ് ചെയ്തൊരു സംഭവമാണ്, ഒരു ആക്ടിവിറ്റിയാണ് ഈ പറഞ്ഞ ആങ്കറിങ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റോറി കുറേ ഉണ്ട് പറയാൻ, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അവിടുത്തെ കുറച്ച് ക്ലിപ്സ് ഞാൻ എൻ്റെ യൂട്യൂബ് ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ എന്താണെങ്കിലും വളരെ നല്ല രീതിക്ക് ആ ഒരു സെഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റി. ഞാനും ഒരുപാട് ഹാപ്പിയായി. കാരണം ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് എൻ്റെ ഈ ഒരു ആങ്കറിങ് എന്ന് പറയുന്നൊരു സംഭവം ഞാൻ ചെയ്യുന്നത് കുറച്ച് ഗ്യാപ്പിന് ശേഷമായിരുന്നു. പക്ഷേ ഞാനും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇറങ്ങിയപ്പോൾ ഒത്തിരി നല്ല കമൻറ്റ്സ് എനിക്ക് ഒത്തിരി ആൾക്കാർ വന്ന് എന്നോട് സംസാരിച്ചു. ഒരുപാട് പേര് എന്നോട് വന്നിട്ട് ഒരുപാട് നല്ല കമൻറ്റ്സ് പറഞ്ഞു. ശരിക്കും ഞാൻ എൻ്റെ ആ ബാക്ക് ടു ഓൾ ഡേയ്സ്, എൻ്റെ ആ കോളേജ് ഡേയ്സിലേക്ക് ഞാൻ തിരിച്ചെത്തിയ പോലത്തെ ഒരു ഫീലായിരുന്നു. ഞാൻ എപ്പോഴും മിസ് ചെയ്യും ആ ഒരു കോളേജ് ആങ്കറിങ്. ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം എനിക്ക് അത്രയും ഞാൻ എൻജോയ് ചെയ്തൊരു സംഭവം വേറെ ഇല്ല. ഞാൻ കോളേജിൽ വേറെ എന്ത് പ്രോഗ്രാം ചെയ്യുന്നതിനേക്കാളും ആങ്കറിങ് എന്നൊരു സംഭവം ഞാൻ അത്രയും എൻജോയ് ചെയ്ത് അത്രയും എനിക്ക് ഇഷ്ടത്തോടെ ഞാൻ ചെയ്തൊരു ആക്ടിവിറ്റിയാണ്. എനിക്ക് ആ ഒരു സെഷൻ എനിക്ക് എൻ്റെ ഒരു ലൈഫിൽ തന്നൊരു സന്തോഷവും ആ ഒരു അനുഭൂതി എന്ന് പറയുന്നത് അത് ഭയങ്കര ഡിഫറെൻ്റാണ്.
ഞാനതിപ്പം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കോളേജ് ഞാൻ എത്രത്തോളം മിസ് ചെയ്യും അതുപോലെ തന്നെ മിസ് ചെയ്യുന്നൊരു കാര്യമാണ് എൻ്റെ കോളേജിൻ്റെ ഈ ഒരു സെഷൻ, ആങ്കറിങ് സെഷൻ എന്ന് പറയുന്നത് തന്നെ. കോളേജിലെ വിശേഷങ്ങൾ ഒരുപാട് എനിക്ക് സംസാരിക്കാനുണ്ട്. അപ്കമിങ് എൻ്റെ യൂട്യൂബ് വീഡിയോസിൽ ഞാൻ എല്ലാം ഷെയർ ചെയ്യാം, എല്ലാം പറയുന്നുണ്ട് ഞാൻ. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. പഴയ കുറേ സ്റ്റോറീസ് ഞാൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറേ പുതിയ സ്റ്റോറീസ് ഞാൻ പറയുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ വിത്ത് ദിസ് സ്റ്റോറി ബൈ അലീൻ.